തദ്ദേശ യുദ്ധം. UTV പരമ്പര തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ആലത്തൂരിലും മുന്നണികൾ സജീവമായി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രമുഖ കക്ഷി നേതാക്കൾ പ്രതികരിക്കുന്നു. തരൂർ, ആലത്തൂർ ഡിവിഷനുകളിലാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 8 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും 93 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും മത്സരിക്കുന്നുണ്ട്. ഇത്തവണ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളും ആലത്തൂർ മേഖലയിലെ 5 പഞ്ചായത്തുകളുടെ വികസനവും ഗുണകരമാകുമെന്ന് CPM നേതാവ് പൊന്നുകുട്ടൻ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷവും ആലത്തൂർ ഏരിയയിലെ 5 പഞ്ചായത്തിലും വലിയ വികസനമാണ് ഇടതുപക്ഷ മുന്നണിക്ക് നടത്താൻ കഴിഞ്ഞത്. കാവശ്ശേരിയിൽ മാത്രമാണ് UDFന് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയമുണ്ടായത്. എല്ലാ പഞ്ചായത്തിലും വികസനം നടത്താൻ കഴിഞ്ഞു. ഒരുവിധ ആക്ഷേപവും പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടായില്ല. ലോകം ശ്രദ്ധിക്കുന്ന വികസനമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആലത്തൂരിലും പ്രതിഫലിക്കും. വലിയ ഭൂരിപക്ഷത്തോടെ എല്ലാ പഞ്ചായത്തിലും വിജയിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പൊന്നുകുട്ടൻ പറഞ്ഞു. 2025 നടക്കുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ആലത്തൂർ ഏരിയ പരിധിയിലെ 5 പഞ്ചായത്തുകൾ നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ മുൻകൂട്ടി സംഘടനാ പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 9.5 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരവും അതുപോലെ തന്നെ ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായ വികസന പ്രവർത്തനങ്ങൾ ആലത്തൂർ ഏരിയയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം കുറേക്കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ആലത്തൂർ ഏരിയ പരിധിയിലെ 5 പഞ്ചായത്ത് ഭരണസമിതികളും കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും മികച്ച ഭരണ നിർവഹണമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഈ 5 വർഷ കാലയളവിൽ ഈ പഞ്ചായത്ത് ഭരണസമിതികൾക്കെതിരെ ഒരു ചെറിയ ആക്ഷേപം പോലും, ഒരു ചെറിയ വിമർശനം പോലും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും മികച്ച ഇടപെടലാണ് ഭരണസമിതി നിർവഹിച്ചിട്ടുള്ളത്. 5 പഞ്ചായത്തുകളും ഏറ്റവും മികച്ച നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും പഞ്ചായത്ത് ഭരണസമിതികളുടെ മികച്ച ഇടപെടലും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ആലത്തൂർ ഏരിയ പരിധിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. 93 പഞ്ചായത്ത് വാർഡുകളും 8 ബ്ലോക്ക് വാർഡുകളും തരൂർ അതുപോലെ തന്നെ ആലത്തൂർ ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെ ഭാഗവും കൂടി ചേരുന്നതാണ് ആലത്തൂർ ഏരിയ പരിധി എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഏറ്റവും മികച്ച വിജയം ആലത്തൂർ ഏരിയ പരിധിയിൽ നിന്നുണ്ടാകും. കേരളം അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിലേക്ക് കടന്നു പോകുന്നത്. ഒരു 3ാം തുടർഭരണത്തിൻ്റെ ചലനങ്ങൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ആലത്തൂർ ഏരിയ പരിധിയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പങ്ക് അത് ചരിത്രപരമായി മാറുകയാണ്. തീർച്ചയായും 3ാം തുടർഭരണത്തിന് ആലത്തൂർ ഏരിയ അതിൻ്റെ പങ്ക് നിർവഹിക്കാൻ അരയും തലയും മുറുക്കി രാഷ്ട്രീയമായും സംഘടനാപരമായും ആലത്തൂർ ഏരിയ പരിധിയിലെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ മേഖലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വികസനമുരടിപ്പ് ജനങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റിയതായി KPCC അംഗം പാളയം പ്രദീപ് UTVയോട് പറഞ്ഞു. ഇടതുഭരണ കാരണം സാധാരണക്കാർ വലിയ ദുരിതത്തിലാണ്. ഇതിനെതിരെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കെതിരെ വിധിയെഴുതുമെന്ന് പാളയം പ്രദീപ് അവകാശപ്പെട്ടു. ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള ആലത്തൂർ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അവരുടെ സ്വജനപക്ഷപാതത്തിനെതിരെയുള്ള വിധിയെഴുത്ത് ആലത്തൂരിലെ ഓരോ സാധാരണക്കാരെ ജനങ്ങളും വിധിയെഴുതുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ആലത്തൂർ പഞ്ചായത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഒത്തൊരുമിച്ച് ഐക്യത്തോടുള്ള എക്കാലത്തെയും ഇല്ലാത്ത ഒരു പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിൻ്റെ പ്രതിഫലനം സാധാരണക്കാരെ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. UTV ന്യൂസ്, പാലക്കാട്.